സർക്കാർ കേരളത്തിലെ ഉസ്താദുമാരുടെ ഒരു കമ്മിറ്റിയാണ്. എന്നാൽ അനുഭവത്തിൽ നോക്കിയാൽ അതല്ല, സമസ്ത ലോക ജമിയത്തുൽ ഉലമയാണ്. ഞാനിത് വെറുതെ പറയുന്നതല്ല. ഞാൻ ഈയിടെ UAE ചെന്നു. മിക്കവാറും അവിടെ 6-7 സ്റ്റേറ്റുകളുണ്ടല്ലോ. എല്ലാ സ്റ്റേറ്റുകളിലും ചില പരിപാടികളിൽ പങ്കെടുത്തു. എല്ലാം എന്താണ്? മജ്‌ലിസുൻ നൂർ, സമസ്തയുടെ കാവൽ ഭടന്മാർ, അവരാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോൾ ഞാൻ അവിടുന്ന് ഒരു പ്രസംഗത്തിൽ പറഞ്ഞപ്പോൾ ഇത് ഇവിടെ മാത്രമല്ല ഉസ്താദ്, എല്ലാ സ്ഥലത്തുമുണ്ട്, ഖത്തറിലുണ്ട്, കുവൈത്തിലുണ്ട്, അവിടെയൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറയും. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോൾ ലോകം മുഴുവനും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഭൂമിയിൽ എല്ലായിടത്തും മുസ്ലിങ്ങളുണ്ട് എല്ലാ സ്ഥലത്തും കേരള മുസ്ലിങ്ങളുള്ളിടത്തൊക്കെ പ്രവർത്തനം നടക്കുന്നു. ഇനി ചന്ദ്രഗോളത്തിൽ താമസ സൗകര്യം വന്നു എന്ന് വെക്കാം. എന്നാൽ ആദ്യം അവിടെ സമസ്തയുടെ ഒരു മദ്രസ, ഒരു പള്ളിയും ഉദ്ഘാടനം ചെയ്യാൻ മഹാനായ പാലക്കാട് തങ്ങൾ പോകും. അങ്ങനത്തെ ഒരു മഹാസംഘടനയാണ് ഏത്? സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്തെങ്കിലും ഒരു പാർട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്രൂപ്പോ അല്ലെ എന്തെങ്കിലും ഒരു പ്രസ്ഥാനം, അതൊന്നുമല്ല, തെറ്റിദ്ധാരണ. അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാരുടെ ഒരു കമ്മിറ്റിയാണ്. അങ്ങനെ ഒരു കമ്മിറ്റി ഇവിടെ ലോകാവസാനം വരെ നിലനിൽക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവചനം നടത്തിയതാണ്. ഒരു ഹദീസ് ശ്രദ്ധിക്കൂ. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ഹത്താ യഅതിയ അംറുല്ലാഹ്. ഇമാം ബുഖാരി തങ്ങൾ റിവായത്ത് ചെയ്ത ഹദീസാണ്. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരു മഹത്തായ ത്വായിഫത്ത്, ഒരു കക്ഷി ആയിക്കൊണ്ടേയിരിക്കും. ളാഹിരീന, സകല അസത്യങ്ങളെയും ജയിച്ചടക്കുന്നവർ. അലൽ ഹക്കി, സത്യം കൊണ്ട്. അലക്കുബാന്റെ മാനയാണല്ലോ അലൽ ഹക്കി, സത്യം കൊണ്ട്. സത്യം കൊണ്ട് സകല അസത്യങ്ങളെയും അടിച്ചമർത്തുന്ന, ജയിച്ചടക്കുന്ന ഒരു മഹത്തായ ത്വായിഫത്ത്, ഒരു കക്ഷി ഇവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഹത്താ യഅതിയ അംറുല്ലാഹ്, അല്ലാഹുവിന്റെ ഉത്തരവ് അഥവാ ഖിയാമത്ത് നാൾ വരുന്നത് വരെ. ഏതാണ് ഈ ത്വായിഫത്ത്? വളരെ ചുരുക്കം. ഇമാം ബുഖാരി തങ്ങൾ തന്നെ തീർത്ത് പറയുകയാണ് ആ ത്വായിഫത്ത് ഉലമ ആണ് എന്ന്. അതിന് മഹാനവറുകൾ തെളിവ് പറയുന്നത് ഈ ഹദീസ് പല പരമ്പരകളിൽ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ പല പരമ്പരകളും തുടങ്ങുന്നത് മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ എന്ന ഹദീസ് കൊണ്ടാണ്. അപ്പൊ ഈ ത്വായിഫത്ത് ഉലമ ആണ്. ആർക്കും ഈ വിഷയത്തിൽ ഇതുവരെ ഇമാം ബുഖാരി തങ്ങളുടെ ഈ അഭിപ്രായത്തിന് നാളിതുവരെ ആരും എതിര് പറഞ്ഞിട്ടുമില്ല. അപ്പൊ ഈ ത്വായിഫത്ത് ഉലമ. അപ്പൊ കേരളത്തിൽ ഈ ത്വായിഫത്ത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ് എന്നതിൽ ഒരു സംശയവുമില്ല. ഇവിടെ പല ത്വായിഫത്തുമുണ്ട്. ഒക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് അബദ്ധം കണ്ടെത്താൻ സാധിക്കും. മഹാബദ്ധങ്ങൾ. അത് നമുക്ക് തിരക്കേടില്ല എന്ന് തോന്നുന്ന ചിലരുണ്ടല്ലോ, അടിയുണ്ടാവും അബദ്ധം. കുറച്ചൊക്കെ തിരക്കേടില്ല എന്ന് തോന്നുന്ന എടുത്ത് നോക്കിയാൽ വേഗം കാണും ഇന്ന് ഈ ലോകത്ത് നടക്കുന്ന പലിശയൊന്നും യഥാർത്ഥത്തിൽ പലിശയല്ല എന്നെടുത്തെത്തും എന്ന് ബോധമുള്ളവർ ഇല്ലേ? അർപ്പിച്ച് നമ്മൾ കുറച്ച് തിരക്കേടില്ല എന്ന് പറയുന്നു. ഒക്കെ അബദ്ധമാണ്, എല്ലാം അബദ്ധം. എല്ലാ ത്വായിഫത്തിലും നമുക്ക് അബദ്ധം കണ്ടെത്താൻ സാധിക്കും. എന്നാൽ ഒരബദ്ധവും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലാത്തത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ്. ഒരു അവകാശവാദമല്ല. ആരെങ്കിലും ഇന്ന അബദ്ധമുണ്ട് എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വരട്ടെ, അപ്പോഴത്തെ മനസ്സിലാവുമല്ലോ ആ കാര്യം. ഈ വിധത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ നിലനിൽക്കാനുള്ള കാരണം അതിന്റെ സ്ഥാപക നേതാവ് മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ. നേരത്തെ മഹാനായ ചെറുശ്ശേരി ഉസ്താദ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആവിർഭാവം, അതിന്റെ പശ്ചാത്തലം ഇവർക്ക് ഇവിടെ വിവരിക്കുകയുണ്ടായി. ഇവിടെ ഒരു നിർബന്ധമായ സാഹചര്യം വന്നു ഉസ്താദുമാര് സംഘടിക്കാൻ. അപ്പോഴാണ് മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ അന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന വലിയ വലിയ ഉലമാക്കൾ, അതുപോലെ സാദാത്തുക്കൾ, അവരുടെയൊക്കെ ഒരു യോഗം കോഴിക്കോട് വലിയ ജുമാഅത്ത് പള്ളിയിൽ വിളിച്ചുകൂട്ടിയത്. വരക്കൽ മുല്ലക്കോയത്തങ്ങൾ. ആരാ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ? കുത്തുബീങ്ങളിൽപ്പെട്ട ആളാണ്. ശംസുൽ ഉലമ സാധാരണ പറയുന്നത് കേട്ടിട്ടുണ്ട്, കുത്തുബീങ്ങളിൽപ്പെട്ട ആളാണ്. എന്നാ കുത്തുബീങ്ങൾ എന്ന് പറഞ്ഞാല് അത് ഈ ലോകത്ത്, ഈ ഉമ്മത്തിൽ ഖിയാമത്ത് നാൾ വരെ 1,24,000 ഔലിയാക്കൾ ഉണ്ടാകും.
അത് ഏറുകയോ കുറയുകയോ ഇല്ല. ഒരാൾ വഫാത്തായാൽ ഉടനെ ആ സ്ഥാനത്ത് അള്ളാഹു മറ്റൊരാളെ നിയമിക്കും. ഖിയാമത്ത് നാൾ വരെ അത് സംഭവിക്കുന്നതാണ്. അതാരാണ്? അത് അള്ളാഹു മറച്ചു വെച്ചതാണ്. ഔലിയാക്കളെ അള്ളാഹു മറച്ചു വെച്ചത്. അള്ളാഹു പലതും മറച്ചു വെച്ചിട്ടുണ്ടല്ലോ. ലൈലത്തുൽ ഖദ്ർ അള്ളാഹു മറച്ചു വെച്ചതല്ലേ? ഏത് രാത്രിയാണെന്നറിയില്ല. അതിന് കാരണം റമദാൻ മാസം മുഴുവനും ആ രാത്രി നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കാൻ. അതുപോലെ വെള്ളിയാഴ്ച ദുആക്കുത്തരം കിട്ടുന്ന ഒരു ചെറിയ സമയമുണ്ട്, അത് അള്ളാഹു വിവരിച്ചു തന്നിട്ടില്ല. വെള്ളിയാഴ്ച മുഴുവനും ആ സമയം നേടിയെടുക്കാൻ വേണ്ടി മോമിനുകൾ ശ്രമിക്കട്ടെ അതിനുവേണ്ടി. അതുപോലെ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഒരു കർമ്മമുണ്ട്, അമല്. അത് ചെയ്താൽ സ്വർഗം ഉറപ്പാണ്, സ്വർഗം കിട്ടും. ഏതാണ് ആ അമല്? അള്ളാഹു നമുക്ക് വിവരിച്ചു തന്നിട്ടില്ല. കാരണം അത് വിവരിച്ചു തന്നെങ്കിൽ വേഗത്തിൽ ആ അമലും ചെയ്തിട്ട് അനങ്ങാതെ കൂടിക്കളിയും അല്ലേ? അപ്പൊ എല്ലാ നല്ല അമലും മോമിനിയങ്ങൾ ചെയ്യണം. അതിനുവേണ്ടി ആ അമൽ അള്ളാഹു മറച്ചു വെച്ചിരിക്കും. അതുപോലെ നമ്മുടെ ദുഷ്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഒരു കർമ്മമുണ്ട്, അത് ചെയ്താൽ നരകം ഉറപ്പാണ്. അത് അള്ളാഹു വിവരിച്ചു തന്നിട്ടില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ അള്ളാഹു അവന്റെ ഔലിയാക്കളെ മറച്ചു വെച്ചിരിക്കുന്നു. എന്തിനാണത്? അത് മോമിനിയങ്ങൾ ആരുമാകാം. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് മോമിനിയങ്ങളെല്ലാവരും അങ്ങേയറ്റം നല്ല സ്നേഹത്തിലും ബഹുമാനത്തിലും വർത്തിക്കണം അതിനുവേണ്ടി. പിന്നെ ചിലരെ പറ്റിയിട്ട് ഒരു ഔലിയ എന്ന് പറയുന്നത് അല്ലേ, മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വലിയാണെന്നുള്ള പേരിൽ ഇത്തിഫാഖ്. ആർക്കെങ്കിലും സംശയമുണ്ടോ? അതെങ്ങനെ മനസ്സിലായത്? ചിലരെ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അന്ന് അറിയിച്ചു കൊടുത്തതാണ്. അത് മനസ്സിലാകല് പല വിധത്തിലുണ്ട്. ഒന്ന് അവരിൽ നിന്നുള്ള കറാമത്തുകൾ വഴി. അതിൽ നിന്ന് ഒരു കറാമത്ത് ഉണ്ടായാൽ അദ്ദേഹം ഔലിയാക്കളിൽപ്പെട്ട ആളാണ് എന്ന് നമുക്ക് വിശ്വസിക്കാവുന്നതാണ്. കറാമത്ത് എന്ന് പറഞ്ഞാൽ നബിമാരിൽ നിന്ന് വല്ല അത്ഭുത സിദ്ധിയും ഉണ്ടായാൽ അത് മുഅ്ജിസത്താണ്. അതിന് മുഅ്ജിസത്ത് എന്ന് പറയും. ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത ഒരു നല്ല മനുഷ്യരിൽ നിന്ന് ഒരു അത്ഭുതമുണ്ടായി, ഇനി കറാമത്ത് എന്ന് പറയും. അത് അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തായി ലഭിച്ചതൊക്കെ ഔലിയാക്കൾക്ക് കറാമത്തായും ലഭിക്കാവുന്നതാണ്. ഈ കറാമത്ത് ഉണ്ടാകുന്നത് ഒരു ചെറുദോഷം പോലും ചെയ്യാത്തൊരു മനുഷ്യൻ, ഒരു കറാഹത്ത് പോലും ചെയ്യാത്തൊരു മനുഷ്യൻ. ഔലിയാക്കൾ മഹ്ഫൂദീങ്ങളാണ്, നബിമാർ മാസൂമീങ്ങളുമാണ്. നബിമാർ മാസൂമീങ്ങൾ എന്ന് പറഞ്ഞാൽ അവരിൽ നിന്ന് ദോഷമുണ്ടാകൽ അസംഭവ്യമാണ്, ബുദ്ധി സമ്മതിക്കില്ല. ഔലിയാക്കൾ മഹ്ഫൂദീങ്ങളാണെന്ന് പറഞ്ഞാൽ അവരിൽ നിന്ന് തെറ്റുകുറ്റങ്ങളൊന്നും ഉണ്ടാവുകയില്ല. ഉണ്ടായി എന്ന് പറഞ്ഞാൽ ബുദ്ധി സമ്മതിക്കാത്ത അവസ്ഥയില്ല എന്ന് മാത്രം. ഏതായാലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടായില്ല. അതിനെ തൊട്ട് അവരെ കാത്തു സൂക്ഷിക്കപ്പെട്ടവരാണ് മഹ്ഫൂദീങ്ങൾ. ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം, അതിൽ നിന്നെങ്കിൽ അത്ഭുതങ്ങൾ കാണുമ്പോഴൊക്കെ അവര് ഔലിയാണെന്ന് പറഞ്ഞു കളയരുത്. ഈയിടെ ഒരു സംഭവം ഉണ്ടായി. ഒരു ആള് ഔലിയാണ് ഇതൊക്കെ വാദിക്കുന്ന ഒരു വ്യാജ ശൈഖ് എന്ന് പറയാം നമ്മളെ ഭാഷയിൽ, ഒരു വീട്ടിൽ ചെന്ന് വിശ്രമിച്ചു. രാത്രി ഈ വീട്ടുകാരെയൊക്കെ കണ്ണുപൊട്ടിച്ചുകൊണ്ട് അവിടെയുള്ള ഒരു വേലക്കാരിയുമായി എന്തോ ചെയ്ത് അത്രമാത്രം പറയും. അപ്പോൾ ഈ വീട്ടുകാർക്ക് ഇയാളോടുള്ള വലിയ മതിപ്പൊക്കെ പോയി. പക്ഷെ രാവിലെ ഇദ്ദേഹം എന്ത് ചെയ്തു എന്നല്ലേ, ഒരു പുഴ കടക്കണം. അത് തന്റെ ഒരു ശാലെടുത്ത് അവിടെ വിരിച്ചിട്ട് അതിന്റെ മേലെ നടന്ന് സുഖമായി നടന്നങ്ങ് പോയി. എന്താ എങ്ങനെയുണ്ട്? വേഗം ഇയാൾ തീരാൻ അയാൾ നടന്ന അത് താരയില്ല, അത് തിരക്കടില്ലാത്ത കാര്യമായിരിക്കും. ഇയാൾ ഔലിയ എന്ന് പറഞ്ഞേക്കൂലേ? അള്ളാഹു ആക്കട്ടെ. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇന്ന് പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്, ശ്രദ്ധിക്കണം. അത് കറാമത്തല്ല, അത് പിശാചിന്റെ സഹായമാണ്. പിശാചിന്റെ പുറത്തുകൂടിയാണ് ആ നടന്നത്. അതുകൊണ്ട് നമുക്ക് തസ്സവുഫിന്റെ കിതാബുകളിലൊക്കെ എഴുതി കാണാം, ആരെങ്കിലും പറക്കുന്നത് കണ്ടതുകൊണ്ട് അയാൾ വലിയാണ് എന്ന് പറഞ്ഞുകൂടാ. കാരണം അങ്ങനെ കാക്കയും മറ്റു പക്ഷിയൊക്കെ ഔലിയാക്കന്മാരാണ്ട് അല്ലേ? അതുപോലെ വെള്ളത്തിൽ കൂടി നടന്നു, അതുകൊണ്ട് ഔലിയ എന്ന് പറഞ്ഞു. എന്നാൽ മത്സ്യങ്ങളിലും വലിയ ഔലിയാക്കന്മാരല്ലേ നമ്മ പിടിച്ച ദിവസം തിന്നുന്ന. അപ്പൊ ഇത് മനസ്സിലാക്കണം. യാതൊരു തെറ്റുകുറ്റങ്ങളും ചെയ്യാത്ത ഒരു മഹാനിൽ നിന്ന് വല്ല അത്ഭുതം ഉണ്ടായി എന്നാൽ മാത്രമാണ് എന്താവുള്ളൂ, അത് കറാമത്താവുള്ളൂ. അങ്ങനെ കറാമത്തുണ്ടായ ആളുകളെ പറ്റിയിട്ട് നമ്മൾ ഔലിയാക്കൾ എന്ന് പറയും.
ഏതായാലും ഇരിക്കട്ടെ, ഔലിയാക്കളെ പൊതുവിൽ അള്ളാഹു മറച്ചു വെച്ചതാണ്. ഈ ഔലിയാക്കൾക്ക് 1.25 ലക്ഷത്തോളം വരുന്ന ഈ ഔലിയാക്കൾക്ക് എല്ലാ ഭാഗങ്ങളിലും നേതാക്കളുണ്ടാകും. ആ നേതാക്കൾക്കാണ് കുത്തുബീങ്ങൾ എന്ന് പറയുന്നത്. ഈ 1,24,000 ആളുകൾക്കും ഒരു വലിയ നേതാവുണ്ടാകും. ആ നേതാവിനാണ് ഖുതുബുൽ അഖ്താബ്, ഔസുൽ ആദം എന്നെല്ലാം പറയുന്നത്. ഉദാഹരണമായി ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് പോലെയുള്ള ആളുകൾ. ആ മഹാത്മാവിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ഔലിയാക്കൾക്കൊക്കെ അദ്ദേഹം നേതാവാണ്. ചുരുക്കം നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് രൂപീകരിച്ച മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ കുത്തുബീങ്ങളിൽപ്പെട്ടയാളാണ്. അതിങ്ങനെ നമ്മൾ ഒരുപാട് കറാമത്തുകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ സാധാരണ പറയാറുള്ള ഒരു കറാമത്ത്, മഹാനവരുടെ അവസാന കാലത്ത് ഒരിക്കൽ രാത്രി കോഴിക്കോട് ഒരു സമ്മേളനത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രസംഗം അവസാനിക്കാൻ പോകുമ്പോൾ മഹാനവറുകൾ പറഞ്ഞു, നമ്മൾ കുറെ ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടല്ലോ, 40 മൂമിനുകൾ ഒരു സദസ്സിലുണ്ടായാൽ ദുആക്ക് ഉത്തരം കിട്ടുന്ന കുറെ ആളുണ്ടാകും, അതുകൊണ്ട് നമുക്കൊന്ന് ദ്വാരക്കാം. അപ്പൊ സദസ്സിൽ ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് അതാക്കൊരു യാദർച്ഛികമായ ഒരു ചോദ്യം, അല്ല തങ്ങളെ ഈ സദസ്സിൽ അയാൾ ആരാണ്? തങ്ങൾക്ക് അറിയില്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ. തങ്ങൾ കുറച്ച് ആലോചിച്ചിട്ട് പറഞ്ഞു, ഇന്ന് മസ്ജിദുൽ ഹറാമിൽ വെച്ച് സ്വബി നിസ്കരിച്ച ഒരാളുണ്ട് ഈ സദസ്സിൽ, എഴുന്നേറ്റ് നിന്നേന്ന് പറഞ്ഞു. ഇന്ന് എപ്പോഴാ? കുറെ കൊല്ലങ്ങൾക്ക് മുമ്പാണ്. ഇന്ന് ചിലർ പറയലുണ്ട് എസാൻകർത്തിന് അബുദാബിയിലാണ്, ബുഖാരി ദർസ് നടത്താൻ കോഴിക്കോട് എത്താറുണ്ട്. അക്കാലമല്ല ഇത്, കാലം മനസ്സിലാക്കണം. ഇന്ന് മസ്ജിദുൽ ഹറാമിൽ വെച്ച് സ്വബി നിസ്കരിച്ച ഒരാളുണ്ട്, എഴുന്നേറ്റ് നിൽക്കുമെന്ന് പറഞ്ഞു. ഒരു സാധു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നു. മൂപ്പരെ പറ്റി ആരും അങ്ങനെ മനസ്സിലാക്കിയിരുന്നില്ല. ഒരു സാധു മനുഷ്യൻ. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇന്ന് മസ്ജിദുൽ ഹറാമിൽ വെച്ച് സ്വബയും, മസ്ജിദുൽ നബവിയിൽ വെച്ച് ളുഹറും, മസ്ജിദുൽ അഖ്സായിൽ വെച്ച് അസ്റും നിസ്കരിച്ച മഹാനായ തങ്ങളോടുകൂടി സ്വബയ നിസ്കരിക്കാൻ മസ്ജിദുൽ ഹറാമിൽ ഞാനും ഉണ്ടായിരുന്നു. തിരിഞ്ഞോ? വരക്കൽ മൂലക്കോയ തങ്ങൾ തിരിഞ്ഞോ? അങ്ങനെയുള്ള മഹാനായ തങ്ങളാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് രൂപം നൽകി. നമുക്ക് സന്തോഷിക്കാൻ ഒരു വകയുണ്ട്. ഈ കമ്മിറ്റി ഉണ്ടാക്കി അവസാനം മഹാനായ തങ്ങൾ പൊതുവെ ദുആക്ക് ഉത്തരം കിട്ടുന്ന ആള് എന്ന പേരിൽ പ്രസിദ്ധനാണ്. മഹാനായ തങ്ങൾ അവസാനം ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടാക്കി പിരിയാൻ പോകുമ്പോ ഒരു ദുആ, ആ ദൃക്സാക്ഷികളായ ഉസ്താദുമാരിൽ നിന്ന് കേൾക്കാൻ സാധിച്ചാൽ പലരും ഈ ദുആനെ പറ്റിയിട്ട് പലതും പറയല്. അത് മേന കൊണ്ടുള്ള ഒരു കാര്യത്തായിരിക്കും. തങ്ങൾ ദ്വാരുന്നത് ഇങ്ങനെയാണ്, റബ്ബുൽ ആലമീനായ നാഥ, ഇവരെ കേരളത്തിൽ പരിശുദ്ധ ഇസ്ലാം ദീൻ അതിന്റെ ശരിയായ രൂപത്തിൽ നിലനിൽക്കാൻ നിന്റെ ഉലമാക്കൾക്ക് ഞാനൊരു കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്നു, സമസ്ത കേരള ജമിയത്തുൽ ഉലമ. റബ്ബുൽ ആലമീനായ നാഥ, ഈ കമ്മിറ്റിയുടെ പിന്നിൽ അണിനിരക്കുന്നവർക്ക് മഹ്ദി ഇമാമിന്റെ പിന്നിൽ അണിനിരക്കാൻ നീ തൗഫീഖ് ചെയ്യണേ. എല്ലാവരും ആമീൻ പറയും. നമുക്ക് വലിയ സന്തോഷിക്കാനുള്ളതാണ്. ബഹുമാനപ്പെട്ട മഹാനായ ഇമാം മഹ്ദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഇവിടെ വരുന്നത് വരെ ഈ കമ്മിറ്റി അങ്ങനെ തന്നെ നിലനിൽക്കും. തങ്ങളുടെ ആ ദുആയിൽ നിന്നുള്ള സന്തോഷ വാർത്തയാണ്. അതിന്റെ പിന്നിൽ അണിനിരക്കുന്നവർക്ക് മഹ്ദി ഇമാമിന്റെ പിന്നിൽ അണിനിരക്കാൻ സാധിക്കും. മഹ്ദി ഇമാമിന്റെ ആഗമനം ഏറ്റവും സമീപിച്ച ഘട്ടത്തിലാണുള്ളത്. ഏറ്റവും സമീപിച്ച ഘട്ടം. ഖിയാമത്ത് നാളിൽ ഒരു 300-ൽ ചില്ലാനും ചെറിയ അടയാളങ്ങളുണ്ട്, ഒക്കെ കഴിഞ്ഞു അല്ലേ, ഒക്കെ തീർന്നിരുന്നു. ഒന്നാമത്തെ ചെറിയ അടയാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരലാണ്. കാരണം മുമ്പുള്ള നബിമാരൊക്കെ പറഞ്ഞു ആഖിറുൽ സമാനിൽ ഒരു നബി വരാനുണ്ട്. നബി വന്നതോടെ ആദ്യത്തെ ചെറിയ അടയാളായി. പിന്നെ ഇങ്ങനെ മുഴുവൻ ഏതാണ്ട് എല്ലാം തീർന്നിരിക്കുന്നു. ലാ തഖൂമു സഅതു ഹത്താ തതകല്ലമൽ ജമാഅത്തു. ഖിയാമത്ത് നാൾ നിലനിൽക്കുകയില്ല, നിർജീവ വസ്തുക്കൾ സംസാരിക്കുന്നത് വരെ. അത് ഇപ്പം കാണാൻ തുടങ്ങിയില്ലേ, ഇന്റർനെറ്റ് യുഗം എന്ന് പറയും. എന്താ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അതല്ലേ അല്ലേ? ഫോൺ വിളിച്ചു നോക്ക്, നിങ്ങൾ വിളിക്കുന്നയാള് മറ്റൊരാളുമായി സംഭാഷണത്തിനാണ്, കുറച്ചു കഴിഞ്ഞാൽ വിളിച്ചു നോക്കുന്ന അറിയില്ലേ, നിർജീവ വസ്തുക്കൾ സംസാരിക്കുന്ന ആ അവസ്ഥ. ഇങ്ങനെ എന്തൊക്കെ ഇന്നലെ ഇന്നും ഒക്കെ പുലർന്ന ചില കാര്യങ്ങൾ ഒപ്പം നോക്കുമ്പോൾ എല്ലാം തീർന്നിരിക്കുന്നു. ഇനി
വലിയ അടയാളങ്ങളിൽ ഒന്നാമത്തതാണ് ഇമാം മഹ്ദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ആഗമനം. അവിടുന്ന് വരാൻ പറ്റുന്ന സമയത്താണ് വരാൻ നോക്കുന്നത്. ചിലരെന്തെല്ലാം പറയുന്നുണ്ട്, മഹ്ദി ഇമാമ് വരലോടുകൂടി നമ്മൾ ഇതുവരെ നരകാവകാശികളാണെന്ന് വിശ്വസിച്ചവരൊക്കെ എന്ത് ചെയ്യും? വരൽ സ്വർഗാവകാശികളാണെന്ന് പറയും. മാത്രമല്ല നിങ്ങളെല്ലാം തലയെടുത്ത് കളിയും. ഒരു വ്യാജ ശൈഖ് പറഞ്ഞതാണ്. ശൈഖിന്റെ പേരൊന്നും ഇപ്പൊ പറയുന്നില്ല, കുറച്ചുകൂടി കഴിയട്ടെ. എന്നാ അതല്ല, ശരിയായ ഇസ്ലാം ദീൻ ഇവിടെ നിലനിർത്താനാണ് ഇമാം മഹ്ദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ വരുന്നത്. വളരെ അടുത്തതാണ് ആഗമനം. ചിലപ്പോ തോന്നിപ്പോകുന്നു വളരെ അടുത്തു പോയോന്നില്ലേ. നമുക്ക് ഹദീസിന്റെ കിതാബുകളും അതുപോലെ യമനിലൊക്കെ നടക്കുന്ന സംഭവ വികാസങ്ങളുമൊക്കെ എടുത്ത് മുമ്പിൽ വെച്ച് നോക്കുമ്പോൾ വളരെ സമീപിച്ചു പോയോ എന്നുള്ള അവസ്ഥയിലാണ്. അപ്പൊ ഈ സന്ദർഭത്തിൽ നമുക്ക് സന്തോഷിക്കാനുള്ളതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പിന്നിൽ അണിനിരക്കാൻ സാധിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഈ സമയത്ത് എല്ലാവരോടും പറയാനുള്ളത്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പിന്നിൽ എല്ലാവരും അണിനിരക്കണം. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടാവും, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇത് തന്നെയാണോ? അതൊരു മനുഷ്യനും സംശയിക്കൂല. കാരണം ഈ ബരക്കൽ മുല്ലക്കോയ തങ്ങൾ അന്ന് 40 പേരുടെ ലിസ്റ്റ് അവതരിപ്പിച്ചു. ആ ലിസ്റ്റിൽ നിന്ന് അവസാനം വഫാത്തായ ആളാണ് റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി. റഹ്മത്തുള്ളാഹി അലൈഹി പറയൂ, റഹ്മത്തുള്ളാഹി അലൈഹി. അവസാനം അതിന്റെ പ്രസിഡന്റായും കൊണ്ടാണ് അന്ത്യശ്വാസം വലിച്ചത്. തങ്ങൾ എഴുതിയ, നേരത്തെ പറഞ്ഞ അത്തങ്ങൾ എഴുതിയ ലിസ്റ്റിൽ നിന്ന് കണ്ണിയത്ത് ഉസ്താദിനെ ഒഴിവാക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. അതുപോലെ തന്നെ വേറെ ഒരു കാര്യമാണ് മഹാനായ ശംസുൽ ഉലമ. ശംസുൽ ഉലമയുടെ കബറും വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ കബറും പോയിട്ടൊന്ന് പരത്തി നോക്കാം. ഞങ്ങൾ ഇന്നലെ ഒരു യാത്രയും പാടെ സിയാറത്തിന് പോയപ്പോ ഞങ്ങൾ പറയുകയുണ്ടായി, വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേരെ കാലിന്റെ ചുവട്ടിന് കുരുടന്മാർക്കും കൂടി പോയിട്ട് ഈ 2 കവറും പരതി നോക്കിയാൽ പറയാൻ സാധിക്കും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മഹാനായ ശംസുൽ ഉലമ അന്ത്യശ്വാസം വലിക്കുന്നത് വരെ ഏതിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നോ അതാണ്. അപ്പൊ ഒരു സംശയം, വേറെ ഒന്നും സംശയിക്കണ്ട. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. നമുക്കെന്തിനാ ആരെയും കുറ്റപ്പെടുത്താനൊന്നും വേണ്ട. നമുക്ക് നമ്മുടെ കാര്യം പറഞ്ഞാൽ മതി, പോരെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മഹാനായ ചെറുശ്ശേരി ഉസ്താദ് ജനറൽ സെക്രട്ടറി ആയും കൊണ്ടുള്ള ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ പിന്നിൽ അണിനിരക്കുക. അതിന് കുറെ കീഴ്ഘടകങ്ങളുണ്ട്. ആ കീഴ്ഘടകങ്ങൾ ഓരോരുത്തർക്കും, യുവാക്കൾക്ക് SYS അല്ലേ, പിന്നെ മഹല്ല് നേതാക്കൾക്ക് SMF, മദ്രസ മാനേജ്മെന്റുകാർക്ക് ഇല്ലേ സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ, ആയിരിക്കില്ലാതെ നമ്മൾ ചെറിയ മക്കൾ ഇല്ലേ, എന്താണ് SBV, സുന്നി ബാലവേദി. ഇനി നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ലോകം കണ്ട ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടന SKSSF, അതും ഈ ആകാശത്തിന്റെ ചുവട്ടിൽ അങ്ങനത്തെ ഒരു വിദ്യാർത്ഥി സംഘടന ആർക്കും കാണിച്ചു തരാൻ കഴിയില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി സംഘടനയായതുകൊണ്ട്. അപ്പൊ അതിന്റെ എല്ലാറ്റിന്റെയും പിന്നിൽ അതിന് വേണ്ടപ്പെട്ടവരെല്ലാവരും അണിനിരക്കാം. മഹ്ദി ഇമാമ് വരുമ്പോൾ ഇൻഷാ അല്ലാഹ് മഹ്ദി ഇമാമിന്റെ പിന്നിൽ അണിനിരക്കാൻ സാധിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മളല്ലെങ്കിൽ നമ്മുടെ സന്താന പരമ്പരകളാണ്. അപ്പം സന്താനങ്ങളെയൊക്കെ പ്രത്യേകം സൂക്ഷിച്ചു പോരണം ആ സംഘടനയുടെ കീഴിൽ. അതുപോലെ സുഹൃത്തുക്കളെ, നമ്മുടെ പ്രവർത്തനം വളരെ സജീവമാകേണ്ട ഒരു കാലഘട്ടമാണിത്. ഇങ്ങനത്തെ ഒരു കാലം ലോകത്ത് കഴിഞ്ഞു പോയിട്ടേയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്ന ജാഹിലിയ കാലം, അത് വലിയ ചിന്തകന്മാരൊക്കെ ഡാർക്ക് ഏജ് എന്ന് പറയും അല്ലേ. എന്നാൽ ഈ കാലം ഡാർക്ക് ഏജ് അല്ല. ഡാർക്ക് ഏജ് എന്ന് പറഞ്ഞാൽ പോരാ, ഡാർക്കസ്റ്റ് ഏജ് എന്ന് പറയണം. സംശയമുണ്ടോ? 2 വയസ്സുള്ള മകളെ ബലാത്സംഗം ചെയ്ത് കൊന്നിട്ട് കടലിലേക്ക് വലിച്ചെറിഞ്ഞൊരു സംഭവം ജാഹിലിയ കാലത്തുണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. ഓടിക്കൊണ്ടിരിക്കുന്ന ഒട്ടകപ്പുറത്ത് വെച്ച് എപ്പോഴെങ്കിലും വ്യഭിചാരം നടന്നിട്ടുണ്ടോ? ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ വെച്ച് നിത്യസംഭവമാണല്ലോ ഇന്നത്. ഇങ്ങനത്തെ ഒരു കാലം ധാർമ്മികമായി ഇത്രയധികം അതപ്പതിച്ചൊരു കാലം കഴിഞ്ഞു പോയിട്ടേയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തിട്ടുമുണ്ട്. ജനങ്ങൾക്കൊരു കാലം വരാനുണ്ട്, അവസാനം പരസ്യമായ സദസ്സിൽ വെച്ച് വ്യഭിചാരം നടക്കും. ഇതിവിടെ ഈ പരസ്യമായ സദസ്സിൽ വെച്ച് നടത്തല്ല, ആളുകൾ കാണാത്ത സ്ഥലത്ത് പോയിട്ട് ചെയ്യും എന്ന് പറയാൻ ആർക്കെങ്കിലും സാധിച്ചെങ്കിൽ അവനാണ് അക്കാലത്തെ അബൂബക്കർ, അക്കാലത്തെ ഉമർ റളിയല്ലാഹു അൻഹു എന്ന ഹദീസിലെ ലഫ്ദുള്ളത്.
ആ സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. ധാർമ്മികമായി വളരെ അധപ്പതിച്ച കാലം. ഇനി മുബത്തദീകളുടെ ശല്യമാണെങ്കിൽ, മുബത്തദീകൾ അത് നമുക്കിപ്പോൾ ബാക്കിയെത്തിയ ദീർഘിപ്പിക്കാൻ അവസരമില്ല. മുബത്തദീകൾ നേരത്തെ ചെറുശ്ശേരി ഉസ്താദ് 73 പറഞ്ഞാൽ 73 കക്ഷികൾ, അതിൽ 72 ഫിന്നാർന്നാ പറഞ്ഞു. അവരുടെ ഒക്കെ പ്രവർത്തനം ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ശക്തിയായി നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യമാണുള്ളത്. പിന്നെയുള്ളത് എല്ലാം കുലുമാലായ കാലം. വ്യാജ ശൈഖുമാർ, വ്യാജ തരീക്കത്തുകൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. എന്റെ ഇവിടെ പുറത്തു നിർത്തിയിട്ടുണ്ട് എന്റെ വണ്ടി, അതിലുണ്ട് ഒരു പുസ്തകം. ആ പുസ്തകത്തിന്റെ പേര് പ്രകാശം എന്നാണ്. അത് ഈ നമ്മുടെ തൃക്കരിപ്പൂർ പ്രദേശത്തുപെട്ട ഒരു കുട്ടിയുടെ കയ്യിൽ നിന്നാണ് എനിക്കത് കിട്ടിയത്. പ്രകാശം, അതിന്റെ പുറത്ത് കുത്തുബുസ്സമാന്റെ ഫോട്ടോ ഉണ്ടത്ര. അതിൽ പല കാര്യങ്ങളും ഏറ്റവും അധികം കയറിയിട്ടുള്ളത് സമസ്തകേരള ജമിയത്തുൽ നേരെയാണ്. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളെ കുറിച്ച് അതിൽ എഴുതിയിരിക്കുന്ന ബ്രിട്ടീഷ് ചാരനാണെന്ന്, ബ്രിട്ടീഷുകാരെ രക്ഷിക്കാൻ വേണ്ടിയാണ് സമസ്ത ഉണ്ടാക്കിയത് എന്ന്. മഹാദല്ലോ കുത്തുബ സമാന പോലെ പരക്കെ വിളിക്കുകയാണ്. ആ കുത്തുബ സമാൻ വിളിക്കുന്നു, കേട്ടിട്ടില്ലേ? ജീപ്പിൽ കൂടി അടുത്ത 2 മാസം മുമ്പ് വല്ലാത്ത വിളിയാണ്. എന്തൊക്കെ കറാമത്തുകൾ, എന്തൊക്കെ അത്ഭുതങ്ങളാണെന്നറിയാം. പിന്നെ അടുത്ത് മരിച്ചുപോയ ഒരാള് മരിച്ചിട്ട് അള്ളാന്റെ അടുത്ത് ചെന്നു. അള്ളാ ബേജാറായി. എന്താണെന്നറിയോ? കാര്യമായ ആളാണ്, ഈമാനില്ല. അപ്പൊ അള്ളാ ആലോചിച്ചിട്ട് എന്ത് ചെയ്ത്, വേഗം ആലുവയിലേക്ക് അയച്ചു. അങ്ങനെ മൂപ്പര് ഈമാൻ കൊടുത്തിട്ട് പറഞ്ഞയച്ച്. മറ്റേ കുറച്ച് പെണ്ണുങ്ങളെ മുഖം മറച്ചിട്ട് ചെന്നു. അപ്പൊ ചോദിച്ചു, എല്ലാ മക്കളെ എന്തിനാ എന്റെ മുമ്പിൽ മുഖം മറിച്ചു വന്നത്? ഖദീജ ബീബി, ആയിഷ ബീബിയിൽ ഇപ്പൊ ഇവിടുന്ന് പോയിട്ടേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, മൂപ്പര് ഇനിയും വളരാനുണ്ടത്ര ആയിട്ടില്ല. അല്ല ഇപ്പൊ ഇവിടുന്ന് ചായയും കുടിച്ച് പോയിട്ടല്ലേ ഉള്ളൂ എന്ന് പറയുന്നിടത്ത് എന്താ ചെയ്യാ? എന്തൊക്കെയോ ആയിപ്പോയി, എന്തൊക്കെയോ ഒരവസ്ഥയാണ് എന്നുള്ളത്. വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എന്നപ്പോ ഈ പറയുന്നത് ഇതൊക്കെ കേട്ടിട്ട് അതിലേക്ക് ആള് കൂടുന്നത്. ഇത് വളരെ ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ ഒക്കെ കേട്ടിട്ട് എങ്ങനെയാ അതിൽ ആള് കൂടുന്നത് അല്ലേ? അത് ഞാൻ ഒരു ഉദാഹരണം പറയാം. മീർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി കേട്ടിട്ടില്ലേ? ഖാദിയാനികളുടെ നബി. അയാളുടെ ഒരു ദിവസം മൂപ്പരുടെ തലയിക്കെട്ടിലും കുപ്പായത്തിലുമൊക്കെ എന്തോ ഒരു ചുവന്ന അടയാളം. സഹാബികൾ ചോദിച്ചു, എല്ലാ നബി എന്താണ് ഈ കാണുന്ന അങ്ങയുടെ തലയിക്കെട്ടിലും കുപ്പായത്തിലുമൊക്കെ ഒരു ചുവന്ന അടയാളം? അപ്പൊ പറഞ്ഞു, അത് കേൾക്കണോ? ഞാന് എന്റെ ഉമ്മത്തിന് ആവശ്യമായ കാര്യങ്ങളെല്ലാം ഒരു വെള്ള കടലാസിൽ എഴുതി അള്ളാനെ കണ്ടപ്പോൾ അതിൽ ഒപ്പുവെച്ചു, വാങ്ങി. അല്ല ഒപ്പിടാൻ ഉപയോഗിച്ച് ചോദമശിന്റെ പെണ്ണായിരുന്നു, കോടയും പോറ്റിയതാണ്. ഞാനിതാദ്യം കേട്ടത് മഹാനായ വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി നവറല്ലാഹു മർക്കദഹു മഹാനവറുകളുടെ ഒരു പ്രസംഗത്തിലാണ്. നിങ്ങളെപ്പോലെ ഞാനും ആലോചിച്ചു പോയി, ഇത് ശരിയായിരിക്കും. മൂപ്പരന്ന് വല്ലാതെ കളിയാക്കി. അത് അള്ളാന്റെ പെണ്ണിന്ന് ഉറ്റിയൊന്നല്ല, ഓന്റെ ഓളെ എന്നൊക്കെ പറഞ്ഞിട്ട് പച്ചയിലെന്ന് പറഞ്ഞാണ്. ഞാൻ ഇന്ന് ഓർക്കാൻ നോക്കുമ്പോ ഹക്കീഖത്തുൽ വഹി എന്ന് പറഞ്ഞ ഇവരൊരു കിതാബിൽ ഇപ്പോഴും നമുക്ക് വായിക്കാൻ കഴിയും ഇത്. എന്നിട്ട് അതിൽ ആളില്ലേ? ഇതാണ്. ഏതെങ്കിലും ഒന്നിൽ പെട്ടുപോയാൽ മാറൂല. വളരെ ശ്രദ്ധിക്കണം. ചിലര് നമുക്ക് തരക്കേടില്ല, നല്ല ദിക്റൊക്കെ ചൊല്ലിക്കുന്നതല്ലേ. പക്ഷെ അന്വേഷിച്ച് നോക്കും, ചില മുരീദമാരെ വിചാരണ ചെയ്ത് നോക്കുമ്പോഴാണ് അത്ഭുതം. സ്വബീക്ക് ഉദിക്കുന്നതിന് കുറച്ച് മുമ്പ് വന്നിട്ട് മൂപ്പര് തട്ടി ഉണർത്തും, മുരീദമാരെ ഒക്കെ തട്ടി ഉണർത്തും. എന്നിട്ട് വേഗം ദിക്റ് ചൊല്ലിക്കും. ദിക്റിക്കല്ല, വേഗം ദിക്റ് ചൊല്ലിക്കും. സുബ്ഹാനല്ലാഹ്. ആ ദിക്റ് തുടങ്ങി അവസാനിക്കുന്നവരെ മൂപ്പരെ ഇങ്ങനത്തെ സബൂറാക്കണം അത്ര. വല്ലാത്ത അവസ്ഥയാണ്. പിന്നെ അതിപ്പം പോയിട്ട് എവിടെ എത്തിയിരിക്കുന്നറിയോ? എന്തെങ്കിലും ചെല്ലിയാൽ മതി, വേറെ ആരെങ്കിലും ചെല്ലുന്നതും ചെല്ലിയാൽ മതി. ആരെങ്കിലും അറിഞ്ഞവരറിഞ്ഞോട്ടെ, കൂടുതൽ പരസ്യപ്പെടുത്തണ്ട. നമ്മൾ സുജൂദിൽ ചെല്ലുന്ന എന്നെ ആയിക്കൊള്ളണമെന്നില്ല.
എന്തെങ്കിലും ചൊല്ലിയാൽ മതി, ചെല്ലല് നടന്നാൽ മതി. എന്നാലിങ്ങനെ മാനസികമായി ഒന്നും അല്ലാതാക്കിയിട്ട് തട്ടിപ്പിന് സാധിക്കുകയുള്ളൂ. എല്ലാം കച്ചവടമാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലം. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇവിടെ വേണ്ടത് ചെയ്യാൻ ആരാണ് നമുക്കുള്ളത്? അത് മഹാത്മാക്കളെ നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലെ വലിയ ഉസ്താദുമാർ അല്ലേ? അതിന് അവരെ നേരെയും തിരിയുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അള്ളാഹു കാക്കട്ടെ. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് ഞാൻ നീട്ടിപ്പരത്തി പറഞ്ഞ സമയങ്ങളിൽ എല്ലാവരും സംഗതികളൊക്കെ മനസ്സിലാക്കി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴ് ഘടകങ്ങളുടെയും പിന്നിൽ അണിനിരന്നുകൊണ്ട് ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അത് അവസാന നാളുവരെ ഇവിടെ കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നതൊക്കെ ചെയ്യണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പ്രസംഗത്തിൽ കടക്കുന്നതിന് മുമ്പ് തന്നെ എന്റെ ചെറുവാക്കുകൾക്ക് വിരാമമിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അനുഗ്രഹ ഭാഷണം കൊണ്ട് അനുഗ്രഹീതമാക്കിയ ഉസ്താദിന് 1000 നന്ദികൾ അറിയിക്കുന്നു. അടുത്തത് കേരള കരകൗശല വികസന കോർപ്പറേഷൻ ചെയർമാൻ ബഹുമാനപ്പെട്ട MC കമറുദ്ദീൻ സാഹിബ് സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആശംസകൾ അർപ്പിക്കുന്നു. അധ്യക്ഷന് വേണ്ടി സാദരം സവിനയം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്വല്ലല്ലാഹു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ. ബഹുമാനപ്പെട്ട തങ്ങളവരുകളെ, പ്രിയപ്പെട്ട മാണിയൂർ ഉസ്താദ്, അതുപോലെ വേദിയിലുള്ള പ്രമുഖ പണ്ഡിതന്മാരെ, ഇന്നിപ്പോ നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് മുഖ്യ പ്രഭാഷണം നടത്താൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഉസ്താദ് അവറുകളെ, പ്രിയപ്പെട്ട മുത്താലിമീങ്ങളെ, ഉമറാക്കളെ, സഹോദരന്മാരെ, തൃക്കരിപ്പൂർ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രൗഢഗംഭീരമായ ഒരു സമ്മേളനം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ഉസ്താദ് ഷെയ്ഖുന ശർശേരി ഉസ്താദ് അവറുകൾ ഇവിടെ നേരത്തെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. മാണിയൂർ ഉസ്താദിന്റെ വളരെ സാരവത്തായ പ്രസംഗം ഇവിടെ നടന്നു. ഇനിയും പ്രസംഗങ്ങൾ ഇവിടെ നടക്കാനുണ്ട്. ഞാൻ ദീർഘമായി ഒന്നും പറയുന്നില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പണ്ഡിത സംഘടനയിൽ ലോകപ്രശസ്തമായ ഏറ്റവും കൂടുതൽ ആളുകൾ മുസ്ലിം സമുദായം അണിനിരന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതിൽ തന്നെ ഏതാണ്ട് 12,000-ഓളം മദ്രസകൾ. ആ മദ്രസകളിൽ അലിഫും ബാവും പഠിച്ചിട്ടാണ് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏതാണ്ട് 20 കോടിയോളം വരുന്ന മുസ്ലിമീങ്ങളിൽ ബഹുഭൂരിപക്ഷവും, പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിമീങ്ങളിൽ ബഹുഭൂരിപക്ഷവും വളർന്നു വന്നിട്ടുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പിന്നെ ഇതൊരു പരമ്പരാഗതമായ ഒരു വിജ്ഞാനത്തിന്റെ നിറകുടങ്ങളുടെ പ്രസ്ഥാനമാണ്. ഇപ്പൊ തന്നെ 2015 ഇയർ ഓഫ് ദ ലൈറ്റ് പ്രകാശവർഷം ആചരിക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനങ്ങളെക്കുറിച്ച് ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ വന്ന ഒരു റിപ്പോർട്ടിൽ 2015 ഇൽമുൻ നൂർ എന്ന് പറയുന്ന ഒരു കിതാബ് എഴുതിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 1000 വർഷങ്ങൾക്ക് ശേഷം ഇയർ ഓഫ് ദ പ്രകാശവർഷം എന്ന് പറഞ്ഞൊരു വർഷം ഇവിടെ ആചരിക്കപ്പെട്ടത് എന്ന് ചിലർ എഴുതി വെക്കുകയുണ്ട്. എന്ന് വെച്ചാൽ 2015 ഇബ്നു ഹയാത്ത് എന്ന് പറഞ്ഞിട്ടൊരു പണ്ഡിതൻ എഴുതി വെച്ചതാണ് അത്ര ഇൽമുൻ നൂർ. അതേപോലെ തന്നെ ഓൾജിബ്ര അൽജബ്രാൻ എന്ന് പറയുന്ന ഒരു കിതാബിന്റെ അടിസ്ഥാനത്തിലാണ് ഓൾജിബ്ര. പണ്ട് CH ഒക്കെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഓൾജിബ്ര കണ്ടുപിടിച്ച സമുദായം, വാച്ചിന്റെ പെൻഡുളം കണ്ടുപിടിച്ച സമുദായം, മാത്തമാറ്റിക്സ് കണ്ടുപിടിച്ച സമുദായം, ഇതൊക്കെ പണ്ഡിതന്മാരാണ്. ഇതൊക്കെ ലോകപ്രശസ്തരായ പണ്ഡിതന്മാരാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ പോലും പല ശാസ്ത്ര ഗവേഷണങ്ങൾക്കും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത് മറ്റു പണ്ഡിതന്മാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അറബി കിതാബുകൾ പരിഭാഷപ്പെടുത്തിയിട്ടാണെന്ന് ചരിത്രത്തിൽ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. കെമിസ്ട്രി ഇബ്നു റൈഹാൻ എന്ന് പറയുന്ന ആ പണ്ഡിതൻ. അതുപോലെ തന്നെ രസതന്ത്രം, ഈ ഫ്ലൈറ്റിനെ കുറിച്ചുള്ള ലേഖനങ്ങൾ, ഈ പക്ഷിയുടെ
അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ കുറിച്ച് എഴുതുന്ന കൂട്ടത്തിൽ ഒരു പക്ഷിയെ പരാമർശിച്ചുകൊണ്ട് അതിന്റെ ബാലൻസിങ്ങിനെ കുറിച്ച് എഴുതിയപ്പോഴാണ് ഇവിടെ ഫ്ലൈറ്റ് കണ്ടുപിടിക്കാൻ അടിസ്ഥാന കാരണമായത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു തുടർച്ചയാണ് പണ്ഡിത സഭ എന്ന് പറയുന്നത്. അത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അസറ്റാണ്. 150 കോടി മുസ്ലിമീങ്ങൾ ഇന്ത്യ രാജ്യത്തുണ്ട്. അതിൽ 20 കോടി ഇന്ത്യയിലാണ്. ലോകത്ത് മുസ്ലിമീങ്ങൾക്കിടയിൽ 2ാം സ്ഥാനം ഇന്ത്യ രാജ്യത്താണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കറിയാലോ, എത്രയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട്, എത്രയോ കുഴപ്പങ്ങൾ ഉണ്ടായിട്ട്, എത്രയോ വെടിവെപ്പുകൾ ഉണ്ടായിട്ടൊക്കെ ഒരുപാട് മുസ്ലിമീങ്ങൾ പല സ്ഥലത്തും കൊല ചെയ്യപ്പെടാറുണ്ട്. പക്ഷേ മുസ്ലിമീങ്ങൾ കൂടി വരികയാണ്. എന്ത് പറഞ്ഞാലും ഗർവാപ്പസിയും അതുപോലെ തന്നെ വോട്ടവകാശം നിഷേധിക്കലും ഒക്കെ പറഞ്ഞാലും ഇവിടെ തലയുയർത്തി നിൽക്കും ഈ സമുദായം എന്നുള്ളതിന്റെ കാരണം ഇതിന് നേതൃത്വം കൊടുക്കുന്ന മഹത്തായ ഒരു പണ്ഡിത സഭയുടെ അടിസ്ഥാനപരമായ ഐക്യത്തിന്റെയും അതുപോലെ തന്നെ വലിയ ശാക്തീകരണത്തിന്റെയും പരിണിതഫലമാണ് എന്ന കാര്യത്തിന് യാതൊരു സംശയമില്ല. ഒരുപാട് ഇന്ത്യ രാജ്യത്ത് ഒരുപാട് സംഭാവനകൾ, താജ്മഹൽ പോലെ മനോഹരവും കുത്തബ് മീനാർ പോലെ ഉന്നതവും ചെങ്കോട്ട പോലെ ഉറപ്പുള്ളതുമായ ഒരു സംസ്കാരം എന്ന് നമ്മുടെ പൂർവികന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ എത്രയോ വലിയ സംസ്കാരത്തിന്റെ കേദാരങ്ങൾ സംഭാവന ചെയ്യുമ്പോൾ, നിരവധി ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്യുമ്പോൾ, വിജ്ഞാനത്തിന്റെ ഇപ്പൊ സ്പെയിനിലൊക്കെ നടത്തിയിട്ടുള്ള വലിയ വിദ്യാഭ്യാസ വിപ്ലവം, ഇൽമിന്റെ മജ്ലിസുകൾക്ക് നേതൃത്വം കൊടുത്തതിന്റെ പരമ്പരാഗതമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമ വളർന്ന് പന്തലിച്ച് 12,000 മദ്രസകൾക്ക് ഒരു കെട്ടിടം ആവശ്യമില്ലാത്ത വിധം സ്വയം പര്യാപ്ത നേടിയ ഒരു സമുദായം. അതുപോലെ തന്നെ ഒരു രൂപയുടെ കുടിശ്ശിക, ഇപ്പോ അധ്യാപകന്മാർക്ക് എത്രയോ കുടിശ്ശിക കൊടുക്കാനുണ്ട് കേരള ഗവൺമെന്റ്. അത് ഇത്രയൊന്നും, അതിനേക്കാൾ കൂടുതൽ അധ്യാപകന്മാർ ഇവിടെ മദ്രസകളിൽ ജോലി ചെയ്യുന്നുണ്ട്, അതിനേക്കാൾ മദ്രസകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിലൊന്നും ഒരു കുടിശ്ശികയില്ല, സ്വന്തം കെട്ടിടങ്ങളില്ലാത്ത ഒരു സാഹചര്യമില്ല. മഹല്ലുകൾ ശാസ്ത്രീകരിച്ച് ശക്തി സംഭരിച്ച് കാര്യങ്ങൾ നിർവഹിച്ച് ഒരു എയ്ഡില്ലാതെ, ഒരു മറ്റെന്തെങ്കിലും രൂപത്തിലുള്ള ഒരു ഗ്രാൻഡില്ലാതെ നടത്തിക്കൊണ്ടുപോകാൻ ഈ സമുദായത്തെ പര്യാപ്തമാക്കിയ സാമുദായിക നേതൃത്വവും പണ്ഡിത സഭയും രാഷ്ട്രീയ നേതൃത്വവും എല്ലാം ഇവിടെ നിലനിൽക്കേണ്ടത് വളരെ അനിവാര്യമാണ്. അത് പ്രാർത്ഥനകളിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, വസിയത്ത് ചെയ്തുകൊണ്ട് ആ ഐക്യവും സാഹോദര്യവും ഈ ഇൻഫ്രാസ്ട്രക്ചറും ഖിയാമത്ത് വരെ നിലനിർത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ സർവ്വവിധ ആശംസകളും നേരുന്നു. ഈ ഇങ്ങനെ ഒരു വരക്കൽ മുല്ലക്കോയ തങ്ങൾ നഗറിൽ പ്രൗഢഗംഭീരമായ ഒരു സമ്മേളനത്തിന് നേതൃത്വം കൊടുക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ള നമ്മുടെ ഇതിന്റെ സ്വാഗത സംഘത്തെ, ഈ തൃക്കരിപ്പൂർ മണ്ഡലം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിത നേതൃത്വത്തിന് അല്ലാഹു ഇത് പരലോകത്ത് ഏറ്റവും വലിയൊരു പ്രകാശമായി അവർക്ക് എന്നും ഇത് നിലനിർത്തുന്ന രൂപത്തിലെത്തട്ടെ. അതുപോലെ തന്നെ ഇത് കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹ്റദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.